UK വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവിടെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയാണ്. നിലവാരം വർദ്ധിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ, യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ഇനി മുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദമുള്ളൂ. ഇനി മുതൽ കർശനമായിട്ടുള്ള ബേസിക് കംപ്ലയിൻസ് അസസ്മെൻറ്റ് BCA പാസ്സാകേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഇതിൽ വന്ന മാറ്റം എന്ന് പറയുന്നതാണ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു ലെവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റികളല്ല ഉദ്ദേശിച്ചത്, ചില ഏജൻസികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതേപോലെ ഏജൻസികൾക്കൊക്കെ ഒരു ലെവി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഈ ഏജൻസികൾക്ക് ലഭിക്കുന്ന ലാഭവും അല്ലെങ്കിൽ ഏജൻസികൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം 6% എന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വിഹിതം ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഏജൻസികളിൽ നിന്നൊക്കെ ഒരു വിഹിതം ഗവൺമെൻറ് ഒരു ലെവിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏജൻസികൾ തീർച്ചയായിട്ടും മാൻഡേറ്ററി രജിസ്ട്രേഷൻ ചെയ്യണമെന്നും അതേപോലെ തന്നെ ഏജൻറ്റ് ക്വാളിറ്റി ഫ്രെയിം വർക്ക് പാലിക്കണമെന്നും പുതിയ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഇതിലൂടെ ഫേക്ക് ഡോക്യുമെൻറ്റേഷൻ, ഓവർ പ്രോമിസ്, അണെത്തിക്കൽ റിക്രൂട്ട്മെൻറ്റ് എന്നിവയൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് വിശ്വസിക്കുന്നത്. അതായത് ഒരുപാട് പേര് തട്ടിപ്പിന് ഇരയാവുന്നുണ്ടല്ലോ. UK പോയി കഴിഞ്ഞാൽ ആനയാവാം, ചേനയാവാം എന്നുള്ള പറഞ്ഞ് കറക്റ്റ് സത്യാവസ്ഥ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ ഒരുപാട് ഏജൻസികൾ വിദ്യാർത്ഥികളെ UK റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും UK വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ആൾക്കാരെ ബുദ്ധിമുട്ട്, നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ മറച്ചു വെച്ചും വെറും പോസിറ്റിവിറ്റി മാത്രം പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന, ലാഭം ഉണ്ടാക്കുന്ന ചില ഏജൻസികൾക്ക് ഇതെന്തായാലും ഒരു വലിയൊരു ബാധ്യത തന്നെയായിട്ട് മാറും എന്നുള്ളതാണ്.